അപ്പോഴേ ഓണം രുചിയിൽ ഇന്നുണ്ടാക്കാൻ പോകുന്ന ഒരു മത്തങ്ങ എരിശ്ശേരിയാണ് കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചപ്പം അത്തം തൊട്ട് 10 എന്നല്ലേ, അത്തം 10-ന് പൊന്നോണം എന്നാണല്ലോ അല്ലെ. അപ്പൊ ഞാൻ ആലോചിച്ചു, ഇന്നലെ 6-ാം ദിവസമാണ്, അപ്പം ഇന്ന് 7, അങ്ങനെയാകുമ്പോ വ്യാഴാഴ്ചയാണ് ഓണം വരിക. ഇപ്രാവശ്യം വെള്ളിയാഴ്ചയല്ലേ തിരുവോണം. പിന്നെ നാളുകൾ എണ്ണി നോക്കിയാലും അത്തം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം, തൃക്കേട്ടം, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം. അപ്പൊ ഒരു സംശയം, അത്തം 11-ന് എങ്ങനെയാണ് പൊന്നോണം വരുന്നത്? ഉടനെ കലണ്ടറിൽ പോയി നോക്കിക്കൊണ്ട് ചിത്തിര 2 ദിവസം ഉണ്ടായിരുന്നു. ഞാൻ ചിത്തിര, ചോതി, വിശാഖം എന്നൊക്കെ പറഞ്ഞിട്ട് പൂക്കൾ ഇട്ടു. ഇന്നലെ തൃക്കേട്ട എന്നൊക്കെ പറഞ്ഞിട്ടു. അപ്പം ഇന്നലെ തൃക്കേട്ട അല്ലായിരുന്നു, ഇന്നലെ ആയിരുന്നു അനിഴം. ചിത്തിര 2 തവണ വന്നപ്പോ അതിന്റെ സംഗതികളൊന്നും എനിക്കറിയില്ല കേട്ടോ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ സംഗതികളൊന്നും അറിയത്തില്ല. അപ്പൊ എന്തായാലും ഇപ്രാവശ്യം അത്തം 11-നാണ് കേട്ടോ പൊന്നോണം. അപ്പം 10 വിഭവങ്ങൾ കൃത്യമായിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഇന്നപ്പം ഞാൻ ഉണ്ടാക്കുന്നത് പൊന്നോണത്തിന് വേറെ ആയിരിക്കുമല്ലോ. അപ്പൊ 10 വിഭവങ്ങൾ കൃത്യമായിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഇന്നിപ്പൊ ഞാൻ എന്തായാലും മത്തങ്ങ എരിശ്ശേരി വെക്കാന്ന് വിചാരിച്ചു. ഓലൻ ഉണ്ടാക്കിയാലെന്ന് ആലോചിച്ചു കേട്ടോ. പക്ഷെ ഓലൻ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാല് തേങ്ങാപ്പാൽ ഒഴിച്ചാ വെക്കുന്നത്. അത് ഇത്തിരി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇത്തിരി അന്ന് തന്നെ കൂട്ടി തീർക്കണ്ടേ നമ്മള്. തേങ്ങാപ്പാൽ ഒഴിച്ചൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാല് അധികം ചീത്തയായി പോകും. അപ്പൊ ഇതാവുമ്പോ 2 ദിവസം ഇരുന്നാലും അങ്ങനെ ചീത്തയാവത്തില്ല, നമുക്ക് കൂട്ടുകയും ചെയ്യാം. എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. വിനുവിന് അത്ര പിടുത്തമില്ല, എന്നാലും പുള്ളി കൂട്ടിക്കോളും, ഒരു ദിവസമൊക്കെ കൂട്ടിക്കോളും. പക്ഷെ എനിക്ക് മത്തങ്ങ എരിശ്ശേരി അല്ലെങ്കിൽ മത്തങ്ങ കറി ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വെറുതെ താളിച്ച് വെക്കുന്നതൊക്കെ ഇഷ്ടമാണ്. അപ്പൊ നമുക്കിന്ന് മത്തങ്ങ എരിശ്ശേരി വെക്കാം. അപ്പൊ നമ്മുടെ പയറൊക്കെ ഇവിടെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. നമുക്കിതൊന്ന് കഴുകി വാരി കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാമേ. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് ഇത് അടച്ചു വെച്ച് ഒരു 2-3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം കേട്ടോ. കുക്കർ അടുപ്പത്ത് വെച്ച് തീ കത്തിച്ചു കൊടുക്കാമേ. അപ്പൊ ഇതൊരു 2-3 വിസിൽ വരട്ടെ. നമുക്കിതൊന്ന് വാഷ് ചെയ്തെടുത്തിട്ട് വരാമേ. ഇത് പയറൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് അരിഞ്ഞ് കഴുകി എടുത്തു വെച്ചിരിക്കുന്ന മത്തങ്ങ ചേർത്ത് കൊടുക്കാമേ. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂൺ മുളക് പൊടി, മത്തങ്ങയ്ക്കും കൂടെ ആവശ്യമായിട്ടുള്ള ഉപ്പ്, പയറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാൻ ഇട്ടിട്ടാണ് വേവിച്ചത്. അപ്പം ഒരു 1/4 സ്പൂൺ ഉപ്പ് കൂടി ഇടാം. മൂടി വെച്ച് ഒരു വിസിൽ വരുന്നവരെ വേവിക്കാം കേട്ടോ. മത്തങ്ങ വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അരപ്പരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം, കുറച്ച് ജീരകം, ഒരു വലിയ പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 2 ചെറിയ കഷ്ണം ഉള്ളി, ഇത്രയും ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം. തേങ്ങ ഒക്കെ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ മത്തങ്ങയൊക്കെ ഒന്ന് നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിനി ഒന്ന് ഉടച്ചെടുക്കാം. നമുക്ക് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കാം. കുറച്ച് വെള്ളമുണ്ട്, അതൊന്ന് പറ്റിച്ചെടുക്കണം. താളിച്ചിട്ട് ഇളക്കി വരുമ്പോൾ ഉടഞ്ഞോളും കേട്ടോ. എന്നാലും നമുക്ക് അതിന് മുന്നേ ഒന്നിത് ഉടച്ചെടുക്കാം. അപ്പൊ ഇത് ഏകദേശം ഉടഞ്ഞു വന്നിട്ടുണ്ട്. പാൻ വെച്ച് തീ കത്തിച്ചു കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം.
അതൊന്ന് പൊട്ടി തുടങ്ങാറാകുമ്പം നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് ചുവന്ന മുളക് ഇട്ട് കൊടുക്കാം. മുളകൊക്കെ ഒന്നായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉള്ളിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാമേ. ഒരു 2 സ്പൂൺ തേങ്ങ ഒന്ന് വറുത്ത് ലാസ്റ്റ് ഇടണം. അപ്പൊ അത് നമ്മൾ ഈ വറുക്കുന്ന കൂട്ടത്തിലേക്ക് ഇടുകയാണ് കേട്ടോ. അല്ലെങ്കിൽ 2 തവണ നമ്മൾ 2 പാത്രം കഴുകേണ്ടി വരും, 2 തവണ വറക്കേണ്ടി വരും, അത്രയും സമയം പോവും. അതുകൊണ്ട് ആ ഉള്ളി വരുന്ന കൂടെ ഈ തേങ്ങയും കൂടെ വഴണ്ടി വന്നോളൂ കേട്ടോ. അല്ലെങ്കിൽ തന്നെ പാത്രം കഴുകൽ ഭയങ്കര മടിയാണ്. അതിന്റെ കൂടെ എക്സ്ട്രാ പാത്രം കഴുകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും വലിയ പാടല്ലേ. അപ്പൊ നമ്മള് എളുപ്പ പണി ചെയ്യും. എങ്ങനെ ചെയ്താലും കറിക്ക് ആ ടേസ്റ്റ് കിട്ടിയാൽ മതിയല്ലോ. ഇതാ ഏകദേശം ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടാ. നല്ല കളർ മാറി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇതാ ഉടച്ചു വെച്ചിരിക്കുന്ന മത്തങ്ങയും പയറും ഇട്ട് കൊടുക്കാം. ഓ, ഭൂകമ്പം നടന്നു. അപ്പം ദേ നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന മത്തങ്ങയും പയറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു കുറച്ച് ഉപ്പ് കൂടി ആവാമേ. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പച്ചമുളക്, ജീരകം, ഉള്ളി, കറിവേപ്പില ഇത്രയിട്ട് അരച്ചു വെച്ചിരിക്കുന്നുണ്ട്. പച്ചമുളക് ചേർത്തേക്കുന്നത് എരിവിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിൽ നമ്മൾ ചുവന്ന മുളക് മാത്രമേ ഇടുന്നുള്ളൂ. പിന്നെ 1/2 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുള്ളൂ. എരിശ്ശേരിയുടെ കളറ് മാറി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എരിശ്ശേരിക്ക് ഒരു മഞ്ഞ കളറാണല്ലോ. അപ്പം മുളക് പൊടി അധികം ഇട്ട് കഴിഞ്ഞാൽ എരിശ്ശേരിയുടെ കളറ് മാറിപ്പോവും. അപ്പം നമുക്ക് നല്ലവണ്ണം ഇതൊന്ന് ഇളക്കിയിടാം. നല്ലവണ്ണം ഒന്ന് തിള വരണം. ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇതായത് ഇപ്പൊ നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിന്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി വിതറി കൊടുക്കാമേ. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. കറിവേപ്പില അങ്ങനെ ഇട്ടൊന്ന് ഇളക്കി കൊടുക്കുമ്പം അതിന്റെ പച്ചനെയുള്ള ചൂടടിക്കുമ്പോൾ ഒരു സ്മെല്ല് വരുമല്ലോ, നല്ലൊരു സ്മെല്ലാണ്. അപ്പൊ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതേ നമ്മുടെ മത്തങ്ങ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. അപ്പൊ ദേ അങ്ങനെ നമ്മുടെ മത്തങ്ങ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. നല്ല രുചിയാണ്. തേങ്ങ വറുത്ത് ആദ്യം ഇട്ടത് കൊണ്ട് രുചി വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല. നമ്മൾ എളുപ്പത്തിൽ അങ്ങനെ ചെയ്തെന്നേ ഉള്ളൂ കേട്ടോ.